വിദേശത്ത് നിന്ന് ധനസഹായം കൈപ്പറ്റുന്ന NGO-കൾ, വിവിധ ട്രസ്റ്റുകൾ, വിവിധ സംഘടനകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ കർശനമായി നിയന്ത്രിക്കുന്നതിനായിട്ട് ഭാരത സർക്കാർ 2026 മാർച്ചില് ലോക്സഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതാണ് FCRA ബില്ല്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ ഇപ്പോൾ 100-ലധികം കാരുണ്യ ഭവനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു ബില്ല് നമ്മുടെ കാരുണ്യ ഭവനങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കാര്യമായി ബാധിക്കുമെന്നതുകൊണ്ട് തന്നെ നമ്മുടെ പിതാക്കന്മാര് ഈ ബില്ലിനോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കാരുണ്യ ഭവനങ്ങളെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുകയാണ് മാക് TV. ഞാൻ സിസ്റ്റർ ലിറ്റിൽ തെരേസ് SD. ഞാൻ SD സന്യാസ സമൂഹത്തിലെ അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹത്തിലെ ഒരംഗമാണ്. കഴിഞ്ഞ 26 വർഷങ്ങളായിട്ട് സന്യാസ സമർപ്പണ വഴികളിൽ പ്രേക്ഷിത ശുശ്രൂഷ ചെയ്തു വരുന്നു. ഇത് അൽഫോൻസ സ്നേഹനിവാസ്, കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ ഫാത്തിമാപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു ജീവകാരുണ്യ പുനരധിവാസ ഭവനമാണിത്. ഇത് 5 വയസ്സിനും 12 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഭവനമാണ്. 1995 ജൂലൈ 3-ാം തീയതി അഭിവന്യ ജോസഫ് പൗത്തിൽ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം തെരുവിലലയുന്ന, പല വിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, മാനസികവും ശാരീരികവും മറ്റു പലതരത്തിലും പോരായ്മകളുള്ള, കുറവുകളുള്ള, ആരോരും സംരക്ഷിക്കാനില്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ട്, തെരുവിലലയുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിൽ 600-ൽ അധികം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ശുശ്രൂഷ സ്വീകരിച്ചു പോയിട്ടുണ്ട്. കാലക്രമേണ ഇത് 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഈ സ്ഥാപനത്തിൽ നമ്മുടെ ജില്ലയിൽ മാത്രമുള്ള, അതായത് കോട്ടയം ജില്ലയിൽ മാത്രമുള്ള കുട്ടികളെ മാത്രമേ ഇവിടെ താമസിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും, അതുപോലെ തന്നെ കുടുംബങ്ങൾ, ശിഥിലമാക്കപ്പെട്ട കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെക്കാണ് ഇവിടെ ഇപ്പോൾ അഭയം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 27 ആൺകുട്ടികളാണുള്ളത്. അവർ 2 സ്കൂളുകളിലായിട്ട് പഠിക്കുന്നു. BTK LP സ്കൂള് ഫാത്തിമാപുരം, അതുപോലെ തന്നെ സെൻറ്റ് ബെർക്കുമാൻസ് ഹൈസ്കൂൾ ചങ്ങനാശ്ശേരി, ഈ 2 സ്കൂളുകളിലായിട്ട് 27 കുട്ടികളും തങ്ങളുടെ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ഥാപനം പ്രധാനമായിട്ടും എല്ലാ ജില്ലകളിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട്. നമ്മുടെ കോട്ടയം ജില്ലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. കോട്ടയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓർഡർ പ്രകാരം ഇവിടേക്ക് കടന്നു വരുന്ന കുട്ടികൾക്കാണ് നമ്മൾ സംരക്ഷണം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ അവരുടെ മാനസികവും ശാരീരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള എല്ലാ, അവർക്ക് നേടേണ്ടതായ എല്ലാ അവകാശങ്ങളും നമ്മൾ നടത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസുകളെ, പഠനമേ, അതുപോലെ തന്നെ അവരുടെ കഴിവനുസരിച്ച് അവർക്ക് വളരുവാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. മ്യൂസിക്കും ബാൻഡ്, അതുപോലെ തന്നെ കലാകായിക രംഗത്ത് ജില്ലാ ഉപജില്ലാ മത്സരങ്ങളിലേക്ക്, അതോടൊപ്പം തന്നെ വിവിധങ്ങളായ പള്ളികളിൽ തിരുനാളുകൾ വരുമ്പോൾ അവിടെ ആഘോഷങ്ങളിൽ ഡാൻസ് കളിപ്പിക്കാൻ, പാട്ട് പാടുവാൻ, അങ്ങനെ ഇവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുവാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ഈ കുട്ടികളെ പറഞ്ഞയക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളെല്ലാവരും തന്നെ നല്ല മിടുക്കരായിട്ട് പഠിക്കുന്നു. പഠനത്തോടൊപ്പം തന്നെ അവർ കലാകായിക രംഗങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. ഈ സ്ഥാപനം ഇവിടെ ആയിരിക്കുമ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അഭിവന്യ പിതാക്കന്മാരുടെ, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള തോമസ് തറയിൽ പിതാവ് ഈ സ്ഥാപനത്തെ വളരെ കരുതലോടെ കാണുകയും ഓരോ അവസരങ്ങളിലും ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യ സമയങ്ങളിലെല്ലാം തന്നെ അഭിവന്യ പിതാവ് അന്വേഷിക്കുകയും അറിയുകയും ഇടപെടുകയും വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്നു. ഈ സ്ഥാപനത്തിന് പ്രൊപ്പറേറ്റർമാരാണ് ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് വരുന്നത്. ഡയറക്ടറായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് ജെയിംസ് മാളിയേക്കലച്ചനാണ്. അച്ഛൻ്റെ നേതൃത്വത്തിൽ അസിസ്റ്റൻ്റ് പ്രൊപ്പറേറ്റർമാരോട് ചേർന്ന് നിന്നുകൊണ്ട് രൂപതയിലെ പല വൈദികരും, പല സംഘടനകളും എല്ലാം, പല ഇടവകകളും എല്ലാം ചേർന്ന് പല വിധത്തിൽ ഈ സ്ഥാപനത്തെ സഹായിക്കാറുണ്ട്. അങ്ങനെ നല്ലൊരു സഹായം സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും അതോടൊപ്പം തന്നെ ഇവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ലവരായ നാട്ടുകാരും അവരുടെ വിവാഹം,
മാമോദീസ, മരണം, ഇതുപോലുള്ള അവരുടെ ഭവനങ്ങളിലെ ആഘോഷങ്ങളിൽ ഈ ഭവനത്തെ ഓർക്കുകയും ചെറിയ തുകകൾ തന്ന് സഹായിക്കുന്നവർ, ഭക്ഷണം തന്ന് സഹായിക്കുന്നവർ, വസ്ത്രങ്ങൾ തന്ന്, അല്ലെങ്കിൽ മറ്റു പല തരത്തിലുള്ള ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന നല്ലവരായ ഉദാരമനസ്കരായിട്ടുള്ള നാട്ടുകാരാണ് ഇവിടെയുള്ളത്. നമുക്കൊരു തരത്തിലും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഈ സമീപവാസികൾ നമ്മളോട് നല്ല രീതിയിൽ തന്നെ ഇടപെടാറുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് നമ്മുടെ ഫാത്തിമാപുരം ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരി പാർത്രയച്ഛനും അസിസ്റ്റൻ്റ് വികാരിമാരും ഒക്കെ എപ്പോഴും ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യങ്ങളിൽ വ്യക്തിപരമായിട്ടും മറ്റ് സംഘടനകൾ വഴിയായിട്ടും ഇവിടെ സഹായങ്ങളുമായിട്ട് എത്താറുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ദൈവാനുഗ്രഹത്തിൻ്റെ കാരുണ്യ കൂടാരം എന്ന് ഇതിന് പേരുണ്ടെങ്കിലും അത്തരത്തിൽ ആ കരുണ അനുഭവിക്കുവാനും നൽകുവാനും സാധിക്കുന്ന ഒരു ഭവനമാണ് ഈ സമൂഹം ഫാത്തിമാപുരത്തുള്ള ഈ സ്നേഹനിവാസ്. പേര് പോലെ തന്നെ കുട്ടികളും സ്നേഹത്തിലും സന്തോഷത്തിലും വളർന്നു വരുന്നതായിട്ടാണ് നടത്തിപ്പുകാരായ ഞങ്ങളുടെയും അനുഭവം. ഞങ്ങൾ അതിൽ സന്തോഷവാന്മാരാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും സന്തോഷവാന്മാരായിട്ടാണ് കാണപ്പെടുന്നത്. എല്ലാ തരത്തിലും അവരെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരുവാൻ, പ്രത്യേകിച്ചും ഇവരുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ, അതായത് വിദ്യാഭ്യാസത്തിലൂടെ, നല്ല മൂല്യങ്ങളിലൂടെ, ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെ, നല്ല മൂല്യമുള്ള ഡോക്യുമെൻ്ററികളിലൂടെയൊക്കെ, വിവിധങ്ങളായ വർക്ക്ഷോപ്പുകളിലൂടെയൊക്കെ ഈ കുട്ടികളുടെ ധാർമ്മികവും ആത്മീയമായിട്ടുള്ള മൂല്യങ്ങൾ വളർത്തിയെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ഞങ്ങൾ ശ്രദ്ധ ചെലുത്താറുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ സ്ഥാപനത്തിൽ 7 സ്റ്റാഫാണുള്ളത്. അതിൽ 3 സിസ്റ്റേഴ്സ് സ്റ്റാഫും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള അൽമായ സഹോദരങ്ങളുമാണ്. അതിലൊരാൾ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് വരുന്ന ഒരു സാറാണ്. പിന്നെ ഒരു സോഷ്യൽ വർക്ക് പഠിച്ച MSW കഴിഞ്ഞ ഒരു സ്റ്റാഫുണ്ട്. അതോടൊപ്പം തന്നെ ക്ലീനിങ്ങിനായിട്ടൊരാൾ, കിച്ചണിലൊരാൾ, 3 സിസ്റ്റേഴ്സ് ഇവരുടെ ടേക്ക് കെയർ നൽകാനായിട്ട്. അങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റാഫ് പാറ്റേൺ. അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെയുള്ള നമ്മുടെ നല്ലവരായിട്ടുള്ള സർവീസ് മൈൻഡുള്ള ആൾക്കാർ നമുക്ക് സഹായത്തിനായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മളിപ്പം നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള എല്ലാ ഡേയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് കുട്ടികൾ തന്നെ ആ ഡേയുടെ തീം എടുത്ത് അതേ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, കലാരൂപങ്ങൾ ഉണ്ടാക്കുകയും അതിനെ ആഘോഷമാക്കുകയും ചെയ്യാറുണ്ട്. അവർ തന്നെ അവരുടെ കഴിവുകൾ അത്തരത്തിൽ വളർത്തിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് ബാൻഡ് പരിശീലനം, ഡാൻസ്, യോഗ, മറ്റ് തെറപ്പികൾ, അതോടൊപ്പം തന്നെ മ്യൂസിക്കിൽ ഓർഗൺ, തബല അതുപോലുള്ള കാര്യങ്ങളിൽ ഇവർക്ക് പരിശീലനം നൽകുന്നുണ്ട്. അതുപോലെ മൂല്യാധിഷ്ഠിത ഒരു വളർച്ച ഉണ്ടാകുന്നതിനായിട്ട് ഇവർക്ക് വിവിധങ്ങളായ ക്ലാസ്സുകൾ, അത് മറ്റു കോളേജുകളിൽ നിന്നുള്ള സ്റ്റുഡൻസും അതുപോലെ മറ്റ് ഇടവകളിൽ നിന്നുള്ള യുവജനങ്ങളും ഒക്കെ വന്ന് ഇവർക്ക് പരിശീലനം നൽകാറുണ്ട്. ഇവർ അതിൽ നിന്ന് ഫലമെടുക്കാറുണ്ട്. അതോടൊപ്പം നമ്മുടെ കുട്ടികൾ ജില്ലയുടെ ഉപജില്ലാ മത്സരങ്ങളിലൊക്കെ പോയി പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളുകളിൽ തന്നെ അവർ പഠിക്കുന്ന ക്ലാസ്സുകളിൽ അവർക്ക് പ്രൊഫഷൻസി പ്രൈസുകൾ ലഭിക്കാറുണ്ട്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മറ്റ് പലതരത്തിലുള്ള മോഡലുകൾ ഉണ്ടാക്കി പരിശീലനം നൽകുന്നുണ്ട്. ക്ലേ മോഡലിങ്, അതോടൊപ്പം തന്നെ സ്റ്റീൽ പിക്ചേഴ്സ് വരയ്ക്കുക, അതുപോലുള്ള കാര്യങ്ങളിൽ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കാറുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും കഴിവുകളെ, അഭിരുചി എന്താണെന്ന് അറിഞ്ഞ് അത്തരത്തിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസുകൾ ഇവർക്ക് നടത്താറുണ്ട്. പിന്നെ ഓണം, ക്രിസ്മസ്, അതുപോലെ വിഷു, ഈസ്റ്റർ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഇവർക്ക് മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് റിപ്പബ്ലിക് ഡേ, സ്വാതന്ത്ര്യദിനം ഇങ്ങനെയുള്ള അവസരങ്ങളിലെ പരേഡുകൾ, ക്വിസ് കോമ്പറ്റീഷൻസ്, ആ തീം ബേസ്ഡ് ആയിട്ടുള്ള ഡാൻസുകൾ, കലാരൂപങ്ങൾ ഒക്കെ ഇവർ നിർമ്മിക്കുകയും ആഘോഷിക്കുകയും ചെയ്യാറ് ഉണ്ട്. അങ്ങനെ കായിക രംഗങ്ങളിലും ഇവരുടെ കഴിവുകൾ തെളിയിക്കാറുണ്ട്.